ത്തോളം അത്ഭുതകരമായി പരിപാലിച്ചു. ഇന്ന് അവർ അവിടുത്തെ കുദാശയിൽ ഒരുമിച്ച് ചേർന്നു. ഇന്ന് മുതൽ അവർ പുതിയ ജീവിതം ആരംഭിക്കുകയാണ്. ദൈവമേ, അവരുടെ മാതാപിതാക്കളെ അനുഗ്രഹിക്കണം, അവരുടെ സഹോദരങ്ങളെ അനുഗ്രഹിക്കണം, ബന്ധുമിത്രാദികളെ അനുഗ്രഹിക്കണം. കർത്താവേ, ഈ ചേർക്കപ്പെട്ട ഞങ്ങളുടെ മക്കൾ നിന്റെ ഇഷ്ടം ചെയ്തു നിന്നെ മഹത്വപ്പെടും, നിനക്കുള്ളവരായി ജീവിക്കാൻ തരണം. നിന്റെ ആത്മാവിനെ അവരെ നയിക്കണം. അവിടെ ദാമ്പത്യത്തിൽ യാതൊരുവിധമായ അസ്വാസ്ഥ്യം ഉണ്ടാകുവാൻ അവിടുന്ന് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കും. ആയുസ്, ആരോഗ്യം, സമാധാനം, സന്തോഷം, തലമുറകൾ ഇതെല്ലാം നിന്റെ ദാനങ്ങളാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ഇന്നു മുതൽ നിന്നോടൊത്ത് ഒരു കുടുംബജീവിതം നയിക്കുവാൻ നിന്റെ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. കടന്നു വന്ന തലമുറയ്ക്കുന്ന എല്ലാവരെയും വ്യക്തികളായും കുടുംബങ്ങളായും കർത്താവേ, ഞങ്ങൾ ഒരുമനപ്പെട്ടു ഈ മക്കളുടെ നന്മയ്ക്കായിട്ട് പ്രാർത്ഥിക്കും. അവരുടെ ജോലിക്കാര്യങ്ങൾ കൂടി അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും തിരുസാന്നിധ്യമുണ്ടായിരുന്നു. നിന്നെ ധ്യാനിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നിന്റെ പൈതങ്ങളായി അവർ കുടുംബജീവിതം നയിക്കുന്നു എന്ന് കേൾക്കാൻ ഞങ്ങളെ സഹായിക്കും. ഒരനർത്ഥവും അവിടെ ചെയ്തിട്ടുണ്ടാകാൻ ദയാലുള്ളതാണ്. എല്ലാവർക്കും മാതൃകയായിരിക്കട്ടെ. അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. എല്ലാം നിന്റെ ദാനമാണ്. ഞങ്ങൾ നീ തരുന്നതല്ലാതെ ഞങ്ങൾക്കൊന്നും അത് നിന്റെ മഹത്വത്തിനായി തീരുമാനപ്പെട്ടു. നല്ല ആലോചനകളായി അവരെ തരും. ഞാൻ നിരുന്നവേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചനയായി പറഞ്ഞു തരുമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ആ ആലോചന പ്രകാരം അവരുടെ ശിക്ഷായുസ് കഴിക്കുവാൻ സഹായിക്കണം. ആയുസ് നൽകണമേ, ആരോഗ്യം നൽകണം, സമാധാനവും സന്തോഷവും സംതൃപ്തിയും സുരക്ഷിതത്വവും നൽകണം. ഭവനങ്ങളിലായിരുന്നാലും ജോലിസ്ഥലത്തായിരുന്നാലും അവിടുത്തെ ധ്യാനിച്ചുകൊണ്ട് അവിടെ പ്രവർത്തനം നടത്തുവാൻ അവരെ സഹായിക്കണം. കുറ്റങ്ങളും കുറവുകളൊക്കെ ക്ഷമിച്ചുകൊണ്ട് അവയൊന്നും ജീവിതത്തിൽ ആവർത്തിക്കാതെ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് കൊടുക്കാൻ അവരെ സഹായിക്കണം. നിൻ്റെ വരവ് ആസന്നമാണ് ബോധം അവർക്കും തരണം. ആ ഒരുക്കത്തോടുകൂടി അവർ ജീവിക്കുന്നതായി തീരണം. കർത്താവെ, എല്ലാ നന്മകളാലും വീണ്ടും അവരെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ പള്ളിപ്പാട്ടേക്ക് പോകുമ്പോഴും ആ യാത്രയിൽ കൂടെ ഇരിക്കണമേ. തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും അവിടുത്തെ സാന്നിധ്യം ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കുണ്ടായിരിക്കുന്നത്. കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വലിയേറെ നാമത്തിൽ താഴ്മയായി യാചിക്കുന്നു. ഇവിടെ കേൾക്കണമേ. സ്വർഗസ്ഥനായ പരീക്ഷ എന്നോട് ഞങ്ങളെ രക്ഷിച്ചു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, ഏകജാതനായ പുത്രൻ്റെ പരിസരയുടെ സന്തോഷവാസം കർത്താവേ, ദാമ്പത്യ ജീവിതത്തിലേക്ക് ഞങ്ങളുടെ മക്കളുടെ മേലും കടന്നു വന്ന എല്ലാവരുടെ മാതാപിതാക്കളും സൗകര്യം പ്രാർത്ഥന വാർത്ത എല്ലാ വിഷയങ്ങളും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കണം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. ഉലയുന്നുണ്ടെൻ നെഞ്ചകം അവളീ മണ്ണിൻ വിസ്മയം. ഇനി എൻ്റെ മാത്രം, എൻ്റെ മാത്രം. അനുരാഗത്തിൻ വേളയിൽ വരമായി വന്നൊരു സന്ധ്യയിൽ മനമേ നീ പാടൂ പ്രേമാർദ്രം. സായബാ 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 സായബാ
നുരയുമോരുടയാടയിൽ